Thank you for that beautiful song. മനോഹരമായ ഗാനത്തിന് നന്ദി. And today, if you missed your Sabbath school, you have missed a very good lesson. ഇന്ന് സാബത്ത് സ്കൂൾ പാഠ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ നല്ലൊരു പാഠപഠനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. We had a very good study presented by Mr. Sunny Varghese. It was an excellent presentation. സണ്ണി വർഗീസ് വളരെ മനോഹരമായി നമുക്ക് സാബത്ത് സ്കൂൾ പാഠം പഠിപ്പിച്ച് നന്നായിരുന്നു. It has given us a different dimension as to what we should know about creation and the Lord. ദൈവത്തെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും അറിയേണ്ടതായ നല്ലൊരു മാനദണ്ഡം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. And thank you, Sunny, for that beautiful class. നല്ലൊരു പാഠപഠനത്തിന് പ്രത്യേകം സണ്ണിക്ക് നന്ദി പറയാം. We used to have one of our mothers sitting here probably a year and a half ago, and then she stopped coming to church because of her physical ailments. നമ്മളോടൊപ്പം ഇവിടെ ഇരുന്നതായ ഒരു അമ്മ 1.5 വർഷക്കാലത്തിന് ശേഷം ഇവിടെ ഇല്ല. ആരോഗ്യകരമായ കാരണങ്ങളാൽ നമ്മളോടൊപ്പം ഇവിടെ ആരാധിക്കുന്നില്ലായിരുന്നു. And now we have the news that she is being called to rest by the Lord. എന്നാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതായ വാർത്ത ദൈവം അവരെ വിളിക്കുകയും വിശ്രമത്തിലേക്ക് പോയിരിക്കുകയും ചെയ്യുകയാണ്. And her funeral service will be held tomorrow. ആ അമ്മയുടെ സംസ്കാര ശുശ്രൂഷകൾ നാളെ നടക്കുന്നതാണ്. In Loma Linda, is it? Loma Linda University. And to be honest, she was one of our strong founding members of the church. ഈ സഭയുടെ അടിസ്ഥാനം ഇടുന്നതിൽ സത്യത്തിൽ അതിനൊരു കൂട്ടാളികളിൽ ഒരു അംഗമായിരുന്നു ആ അമ്മ. She was very active and very committed. വളരെ പ്രസരിപ്പോടെ പ്രവർത്തിക്കുകയും വളരെ പ്രതിബദ്ധതയുള്ളതായ ഒരു അമ്മയായിരുന്നു. We really did not know how to thank her for all her services while she was here. Even in her old age, that dedication has given us some lesson as to how we should be fervent in our faith. ആ അമ്മയുടെ ജീവിതം വളരെ ആരോഗ്യകരമായ സമയത്തും അതേപോലെ പിന്നീട് വാർദ്ധക്യത്തിലും നമുക്ക് ഈ സഭയ്ക്ക് നൽകിയതായ സേവനവും ശുശ്രൂഷയും നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ. She was very committed to her calling and she lived a life that was acceptable to the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കുകയും വിളിച്ചതായ വിളിക്ക് യോഗ്യമാവണ്ണം വളരെ പ്രതിബദ്ധതയോടും ഉത്തരവാദിത്വത്തോടും സഭയ്ക്ക് വേണ്ടി പെരുമാറി ദൈവത്തിനോട് മുമ്പാകെ പെരുമാറി. In her demise, she has found rest in the Lord, but has left us all to grieve her departure. ആ പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖവും അതേപോലെ വളരെയധികം സങ്കടവും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വിശ്രമ സങ്കേതത്തിൽ വിശ്രമിക്കുകയാണ്. Therefore, let us all remember their family in our prayers as they deal with their grief along with us. അവരുടെ ദുഃഖത്തിലും വളരെയധികം ഉള്ളതായ മാനസിക വ്യഥയിലും ആയിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ വിட നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുക, സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി. That is what we are as Christians called to do. അതാണ് ക്രിസ്ത്യാനികളായ നമ്മെ ദൈവം വിളിച്ച് അതിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. Let us pray. പ്രാർത്ഥിക്കുക. Our gracious Lord, as we open thy word, we pray thee to be with us. Give us guidelines as to how we should live our lives, because we are for thy glory. In Jesus' name we pray. Amen. Many times we wonder the whole composition of the scriptures. പല സമയത്തും ഈ വചനത്തിൻ്റെതായ ആ കൂട്ടായ പൂർണ്ണ രൂപത്തെ നാം വിസ്മയിക്കാറുണ്ട്. If you really study the word of God, you will find pretty much the history of the kings of Israel ends with
Second King last chapter or Second Chronicles last chapter. ഈ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിലുള്ളതായ ചില ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഒന്നുകിൽ രണ്ട് രാജാക്കന്മാർ അല്ലെങ്കിൽ രണ്ട് ദിനവൃത്താന്തം എന്നീ പുസ്തകങ്ങളിലാണ് അവരുടെ ചരിത്രം അവസാനിക്കുന്നത്. And there pretty much, I mean, the history continues beyond that under the governors, but it doesn't continue under the kings of Judah beyond Second Chronicles. രണ്ട് ദിനവൃത്താന്തത്തിന് ശേഷം ഇവരുടേതായ ഭരണകർത്തവ്യവും ഭരണാധികാരികളുടെ ചരിത്രങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. And when you go through the books of Ezra, Nehemiah, Esther, you will find the history of Israel comes to an abrupt end. എസ്ര, നെഹെമ്യ, എസ്തർ എന്നിവയുടെ പുസ്തകത്തോടുകൂടി ഇസ്രായേൽ ചരിത്രം അവസാനിക്കുകയാണ്. And all the books that you see are written between the periods that I have just mentioned. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതായ കാലഘട്ടം ഞാൻ ഇപ്പോൾ പറഞ്ഞതായ പുസ്തകങ്ങളുടെ ഇടയിലുള്ളതായ സമയങ്ങളാണ്. No. All the books that you see after the book of Esther is written within the time of the kings, most of the books. എസ്തറിന് ശേഷം എഴുതിയ പുസ്തകങ്ങളൊക്കെ രാജാക്കന്മാരുടേതായ കാലയളവിൽ എഴുതിയ പുസ്തകങ്ങളാണ്. Kings of Judah or Israel. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാക്കന്മാരും ജൂദയുടെ രാജാക്കന്മാരും. And they are all actually warnings to these kings who were ruling Israel or Judah, the northern or the southern kingdom. ഈ ഇതൊക്കെയും ജൂദയിലെ അല്ലെങ്കിൽ ഇസ്രായേലിലെ രാജാക്കന്മാരെ അവർക്കുള്ളതായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. And many times we see these kings of Judah and the kings of Israel did not listen to these prophets whom the Lord had sent for corrections. പല അവസരങ്ങളിലും ജൂദയിലെ രാജാക്കന്മാർ, ഇസ്രായേലിലെ രാജാക്കന്മാർ, പ്രവാചകന്മാർ നൽകിയതായ ആ മുന്നറിയിപ്പുകൾ പാലിക്കാതെ അത് അനുസരിക്കാത്തതായ ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. And therefore we see they being punished severely for their mistakes. അതിന്റെ ഫലമായി അവരുടെ തെറ്റുകുറ്റങ്ങളാൽ വളരെ ദാക്ഷിണ്യമില്ലാതെ ദൈവം അവരെ ശിക്ഷിച്ചിരിക്കുന്നത് നാം കാണുന്നു. God is a God of order and he sustains his rule among the people. ദൈവം എല്ലാം അടുക്കും ചിട്ടയുള്ളതായ ക്രമമുള്ളതായ ഒരു ദൈവമായതുകൊണ്ട് ദൈവം ആ രീതിയിലാണ് ഇസ്രായേൽ മക്കളെ ഭരിച്ചിരുന്നത്. When he has chosen a people to represent him on the face of this earth, he meant serious business. ദൈവം ഈ ഭൂമുഖത്ത് ഒരു പ്രത്യേക ജനത്തെ വേർതിരിച്ച് വിളിച്ച് അവരെ ഭരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ ഉത്തരവാദപ്പെട്ട ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടിയിരുന്നു. Abraham was called out of the land of Ur, which was in the land of Chaldees, and told, in you I will bless the humanity, and in you I will have a people. ദൈവം അബ്രഹാമിനെ കാൽദയയിലുള്ളതായി ഊര് ദേശത്ത് വിളിച്ചിറക്കിയപ്പോൾ ദൈവം പറഞ്ഞു, നിന്നിൽ കൂടി ഒരു ജനത്തെ ഞാൻ വേർതിരിച്ച് മാറ്റും, നിന്നിൽ കൂടി ഞാൻ എന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. And under the rulership of King Zedekiah of Judah, Chaldeans overtook Judah and made them his slaves. സെദെക്കിയ എന്ന് പറയുന്ന രാജാവിൽ കൂടി ദൈവം ആ ജനത്തെ ഉദ്ധരിക്കുന്നു, enslaved them. അവരെ കീഴ്പ്പെടുത്തി. Which means, even though Abraham was called out of the land of Ur of the Chaldees, when you study history, the same Chaldeans came and conquered the kingdom of Judah. എബ്രഹാമിനെ കാൽദയയുള്ളതായ ഊരിൽ നിന്ന് വേർതിരിച്ച് വിളിച്ച് ഇറക്കിയെങ്കിലും പിന്നീട് നാം ചരിത്രം പഠിക്കുമ്പോൾ ഈ കാൽദിയൻസ് എബ്രഹാമിന്റെ സന്തതികളെ പിന്നീട് കൽദയർ പിന്നീട് എബ്രഹാമിന് വലിയ ശത്രുക്കളായി തീർന്നതായിട്ട് നാം കാണുന്നു. No, the descendants of Abraham, the people of Judah, was enslaved by the king of Chaldean. ഇസ്രായേലിയരെ കാൽദയക്കാരാൽ അടിമപ്പെടുത്തുന്നത് നാം കാണുന്നു. So even though the Lord had called the descendants of Abraham to represent him on the face of this earth, because they lived a life against the will of God and did not heed his call, the same people out of whom he were called happened to enslave them. ദൈവം
എബ്രഹാമിന്റെ സന്തതികളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് സാക്ഷ്യമുള്ളവരായും ദൈവത്തിന്റെ ഇംഗിതത്തിന് പകരം ജീവിക്കാൻ തക്കവണ്ണം വിളിച്ചു. എന്നാൽ അവർ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചില്ല. Therefore, the same Chaldeans went and enslaved them. അതിന്റെ ഫലമായി കാൽദയക്കാർ അവരെ പിടികൂടുകയും അവരെ അടിമകളാക്കി വെക്കുകയും ചെയ്തു. Now that is the last part of the story, but you should understand, what you should understand here is, when you have walked against the will of God, it doesn't matter, even if you had been called out to be his own, you can still be rejected by the Lord. അത് ആ ചരിത്രത്തിന്റെ ഒരു രത്ന ചുരുക്കം നാം നോക്കുമ്പോൾ, ദൈവത്താൽ വേർതിരിച്ച് വിളിക്കപ്പെട്ടതായ ദൈവത്തിന്റെ മക്കളായി നാം തീരുന്നെങ്കിൽ പോലും നാം ദൈവത്തിന് ഇഷ്ടം പ്രവർത്തിക്കാതിരുന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ആ താല്പര്യത്തിൽ നിന്ന് നാം വിട്ടുപോകുകയും നമുക്കതിന് ശിക്ഷ വാങ്ങിക്കേണ്ടതായും വരും. That means you will reap the rewards of your labor. അതിന്റെ അർത്ഥം നിങ്ങളുടേതായ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. The fact that you had been called out by God does not necessarily mean that you will always be under God's grace. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ വിളിച്ചിറക്കപ്പെട്ടാലും ഒരിക്കലും ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ എന്നേക്കും നിലനിൽക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്. There are some Christian ministers who preach that once called you are always called, and once you have been saved you are always saved. ചില ക്രിസ്തീയ പുരോഹിതന്മാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ ദൈവത്താൽ വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്നേക്കുമായി വിളിക്കപ്പെടുകയും നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ അത് എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. But not as a matter of confrontation, I would like to make this statement very clear. If that is true, Saul would never have been condemned. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ശൗലിനെ ദൈവം നിന്ദിക്കുകയില്ലായിരുന്നു. He would not have been removed from the kingdom. അവനെ രാജ്യത്തിൽ നിന്ന് രാജവംശം ചെയ്യപ്പെടത്തില്ലായിരുന്നു. It doesn't matter. Even if you have been dedicated to the call of God, or even if you are directly called by the Lord, that does not necessarily mean that you will forever be under God if you choose to deviate from his path. ആ ദൈവത്താൽ വിളിക്കപ്പെടുകയും അഭിഷിക്തനാകുകയും ചെയ്താൽ പോലും ദൈവത്തിന്റെ ഇംഗിതത്തിനൊത്ത് ജീവിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ജീവിച്ചില്ലെങ്കിൽ ഒരിക്കലും അത് പൂർണ്ണമായും ദൈവം അംഗീകരിക്കില്ല. അപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ആ ഒരു അംഗീകാരം ലഭിക്കുവാനും പോകുന്നില്ല. If you read the book of 2 Chronicles chapter 36, you will find the chapter begins with King Josiah. രണ്ട് ദിനവൃത്താന്തം വായിക്കുമ്പോൾ ജോസിയയുടെ ചരിത്രമായി ആരംഭിക്കുകയാണ്. No. Last chapter, actually in 35th chapter you will find the history of Josiah. 36-ാമത്തെ അധ്യായത്തിലാണ് 35-ാമത്തെ അധ്യായത്തിലാണ് ജോസിയയുടെ ചരിത്രം ആരംഭിക്കുന്നത്. And he ruled the kingdom of Judah for over 31 years, and he was a very noble king who lived according to the will of the Lord. 31 വർഷക്കാലം ജുദിയ ഭരിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് വളരെ ബുദ്ധി സാമർത്ഥ്യത്തോടെ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം. He was following the precepts of the Lord according to divine order. ദിവ്യമായ നിർദ്ദേശപ്രകാരം ദൈവത്തിൻ്റെതായ എല്ലാ കാര്യക്രമങ്ങളും വളരെ കൃത്യമായിട്ട് ഭരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. And if you read that chapter, you will understand Prophet Jeremiah lived during his time. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജെരേമിയ പ്രവാചകൻ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. And he prophesied for Israel, for Judah, and he really guided the kings according to the dictates of the Lord. ആ ജൂദയ്ക്കും അഥവാ ഇസ്രായേലിലുള്ളതായ രാജാക്കന്മാർക്ക് വേണ്ടി യെരേമ്യാവ് ദൈവത്തിന്റെ പ്രവചനങ്ങൾ അവരോട് പറയുകയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അവരോട് ആ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. And after that, after Josiah, you find Jehoahaz, his son, succeeding Josiah. ആ ജോസിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ജോഹയാഹിസ് ആ രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. And he was appointed by the people. ജനങ്ങളാൽ നിർണയിക്കപ്പെട്ടതായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. But he was deposed by King Pharaoh because Judah had come under the Philistines. Judah had come under the Philistines, and Pharaoh appointed a different king. ഫിലിസ്തീയരാൽ
അവർ കീഴടക്കപ്പെടുകയും ഫെറോ എന്ന് പറഞ്ഞതായ ഒരു രാജാവാണ് ഏത് രാജാവിനെ? He appointed Jehoiakim. യഹോയാക്കീം എന്ന് പറഞ്ഞ രാജാവിനെ അവിടെ വെക്കുകയും ചെയ്തു. And he lived against the will of the Lord. ഈ പറഞ്ഞതായ രാജാവ് ദൈവത്തിന്റെ ഇംഗിത പ്രകാരം ജീവിതത്തിന് എതിരായിട്ട് ജീവിച്ചു. He ruled the land as a vassal of the king of Egypt for about 11 years. അദ്ദേഹം ഈജിപ്തിലെ രാജാവിന്റെ ഒരു വ്യക്താവായിട്ട് 11 വർഷം അവിടെ ഭരിച്ചു ജീവിച്ചു. And after that came Jehoiakim. അതിനുശേഷം യഹോയാക്കീൻ എന്ന രാജാവ് വന്നു. He ruled for 3 months and then came Zedekiah. 3 മാസക്കാലം ഭരിച്ചതിന് ശേഷം സെദക്കിയ എന്ന രാജാവ് വന്നു. He ruled for 11 years and then Israel was brought into captivity. 11 വർഷം അദ്ദേഹം ഭരിക്കുകയും പിന്നീട് ഇസ്രായേൽ മക്കളെ അടിമകളാൽ പിടിക്കപ്പെടുകയും ചെയ്തു. And here is one thing that we need to understand. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം അറിയേണ്ടത്, Israel was brought out of the land of Egypt from slavery. ഇസ്രായേലിയരെ മിസ്രൈം ദേശത്ത് നിന്ന് അടിമകളായിട്ടാണ് അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്. And at the last years of their life, they were brought back under Egypt as slaves again. വീണ്ടും 2 വർഷക്കാലത്തിന് ശേഷം വീണ്ടും by the end of their kings, the kings of Judah. ജൂദയുടെ രാജാക്കന്മാർ 2 വർഷത്തിന് ശേഷം വീണ്ടും അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവസാന കാലത്ത് അവരെ പിടിച്ചുകൊണ്ടുപോയി അടിമകളായിട്ട്. And what really happened here is, when they lived against the Lord, they went back to the life out of which they were called. അവർ ദൈവത്തിന് എതിരായിട്ട് ജീവിച്ചപ്പോൾ ദൈവം അവരെ മുൻപ് ജീവിച്ചിരുന്നതായ ആ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു. So if you are called to be in the service of the Lord, you have to make sure that you are abiding by the will of the Lord. ദൈവത്തിന്റെ സേവനത്തിലും ശുശ്രൂഷയിലുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇംഗിത പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണെന്നുള്ളതായ ആ വലിയ ആ അറിവ് നമുക്കുണ്ടായി. You have to learn to humble yourself to live according to the Lord's will. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വളരെ താഴ്മയോടും വിനയത്തോടും ശുശ്രൂഷ ചെയ്യാൻ തക്കോണം ബാധ്യസ്ഥരാണെന്ന് എല്ലാവരും അറിയേണ്ടിയിരിക്കുന്നു. Something that we all lack in our life. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു കുറവുള്ളതായിട്ട് നാം കാണും. We have not learned to be humble enough. നാം ഒരിക്കലും താഴ്മയുള്ളവരായി പൂർണ്ണരാകുന്നില്ല. If what Brother Sunny showed is precisely accurate according to scientific knowledge that he had presented, we are just nothing in the world. സണ്ണി എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കും, നാം മനുഷ്യരായ നാം ഈ ദൈവത്തിന്റെ മുമ്പിലും ഈ വലിയ ശാസ്ത്രത്തിന് മുമ്പിൽ ഒന്നും. In his presentation he said there are as many stars in the galaxies as there are sands on the earth. ഭൂമിയിൽ മണ്ണ് അല്ലെങ്കിൽ മണലുള്ളത് പോലെയാണ് ഈ വലിയ പ്രപഞ്ചത്തിലുള്ളതായ ഗാലക്സിയുള്ളതായ നക്ഷത്രങ്ങളെ കണക്കെടുക്കുമ്പോൾ. And if that be right, what are we as minute dots? Our earth becomes only a tiny dot on the face of the whole universe. അത് ശരിയായിരിക്കെ നാം ഈ വ്യക്തികളായ നാം ഈ ഭൂമുഖത്ത് വെറും ഒരു പുള്ളി പോലും ആയി നമുക്ക് എടുക്കാൻ സാധിക്കില്ല. But our mind is so vast that we can think anything the way we want. എന്നാൽ നമ്മുടെ മനസ്സ് വളരെ വിസ്തൃതിയുള്ളതാണ്, എന്തും നമുക്ക് ചിന്തിക്കാം. And we can think to any extent we want. We can lift ourselves above the heavens and say we are great. It is not right though. നമുക്ക് സ്വർഗത്തോളം തന്നെ നമ്മളെ വലുതാക്കി വീര്യപ്പെടുത്തി കാണിക്കുവാൻ തക്കോണം സാധിക്കാം, അപ്രകാരം അല്ലെങ്കിൽ പോലും. And that is one problem that we all have as humans. അങ്ങനെയുള്ളതായ ഒരു വലിയ ബലഹീനതയാണ് നമുക്ക് മനുഷ്യരായിരിക്കാൻ നമുക്കുള്ളത്. And that was one problem these people had as kings of Judah. അങ്ങനെയുള്ളതായ ഒരു ബലഹീനതയായിരുന്നു ഈ ജൂദയുള്ള രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. Even while they were serving as vassals under certain kings, they still thought they were great.
അവർ ചില രാജാക്കന്മാരുടെ കീഴിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർക്ക് തോന്നി അവർ വലിയ മഹാന്മാരാണെന്ന് തോന്നിപ്പോയി. One thing to say about Zedekiah was one of the most evil fellows who has ever lived on the earth. സെദെക്കിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമത്ത് ജീവിച്ചത് ഏറ്റവും ദുഷ്ടന്മാരിൽ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവ്. He was neither faithful to the Lord, nor was he faithful to the king of Babylon, under whom he was ruling. ബാബിലോൺ രാജാവിന്റെ കീഴിലും ഭരിച്ചിരുന്ന അദ്ദേഹം അതുപോലെ ദൈവത്തിന്റെ മുൻപിലും ഒരിക്കലും സത്യസന്ധനായിരുന്നില്ല. He was never faithful. If he had been faithful to the Lord, his country would never have gone into captivity. ആ രാജാവ് ദൈവത്തിന്റെ മുൻപിൽ സത്യസന്ധനായിട്ട് ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിച്ചിരുന്നെങ്കിൽ അവന്റെ രാജ്യം ഒരിക്കലും അടിമപ്പെട്ടു പോകുമായിരുന്നു. If he had been honest to the agreement that he had signed with the king of Babylon, still the king of Babylon would have spared him out of all the problems he had. ബാബിലോൺ രാജാവിന്റെ തീരുമാനങ്ങളിൽ അവർ വെച്ചതായ ഉടമ്പടികൾ അദ്ദേഹം പാലിച്ചിരുന്നെങ്കിൽ ബാബിലോൺ രാജാവ് പോലും അദ്ദേഹത്തെ ഇപ്രകാരം പ്രവർത്തിക്കുമായിരുന്നു. He was so stiff-necked that he actually was taken captive himself and he had to undergo severe punishment for all his crimes. അവന്റേതായ ഈ വളരെ വക്രബുദ്ധിയിലും പ്രവർത്തനത്തിന് കീഴിലും അദ്ദേഹം സ്വയം അടിമയായി തീരുവാനും തന്റെ രാജ്യത്തെ അങ്ങേയറ്റം അതിലേക്ക് വലിച്ചഴിക്കുവാനുമായി ഇടയാക്കി. He stiffened his neck and hardened his heart against the Lord. ദൈവത്തിനെതിരായിട്ട് അവന്റെ ഹൃദയത്തെയും അവന്റേതായ എല്ലാത്തിനെയും അവൻ കഠിനമാക്കി. He persecuted the priests and the prophets of Lord Jehovah. യഹോവയുടെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അവൻ പീഡിപ്പിച്ചു. And they polluted the house of the Lord. ദൈവത്തിന്റെ ഗൃഹത്തെ അവൻ വൃത്തികേടാക്കി, വഷളാക്കി. And one thing we should know is this. ഒരു കാര്യം നാം പ്രത്യേകം അറിയേണ്ടിയിരിക്കുന്നത്, if we pollute the house of the Lord, we can never take refuge in that same place because you have polluted it yourself. നാം ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധീകരിക്കുമ്പോൾ ഒരിക്കലും ആ ആലയത്തിലേക്ക് നമുക്ക് പ്രവേശനമോ സങ്കേതമോ ലഭിക്കുകയില്ല. He polluted the house of the Lord by bringing in idols for his worship against the will of the Lord. ആ ദൈവത്തിന്റെ ആലയങ്ങളിലേക്ക് വിഗ്രഹങ്ങളെയും മറ്റും അവന്റെ ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് അതിനെ അശുദ്ധീകരിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. And then when there was a slaughter of the people, some tried to take refuge in the temple of the Lord. അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ ചില സമയത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ ജനം ഈ ആലയത്തിൽ സങ്കേതം കണ്ടെത്താറുണ്ട്. When the Chaldees came and slaughtered the people of Judah, some tried to take refuge in the temple of the Lord. കാൽജിയർ വന്ന് ജൂദയിലെ ജനങ്ങളെ വെട്ടി തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിൽ പലരും ആലയത്തിൽ സങ്കേതം തേടുവാനായിട്ട് വന്നു. They were all caught captives. അവരെല്ലാവരും അടിമകളായിരുന്നു. The complete land of Judah was emptied. യൂദ എന്നുള്ള ദേശം മുഴുവനും ഒന്നുമില്ലായ്മയിലായി തീർന്നു. That is where we come to the portion of the scriptures we read. There was 70 years of Sabbath for the land. അതാണ് നാം ഇത് വായിച്ചതായ ആ വാക്യം. 70 വർഷക്കാലത്തെ ശബത്ത് ആ ദേശത്തുണ്ടായിരുന്നു. What does that 70 years of Sabbath means? ആ 70 വർഷക്കാലത്തെ ശബത്ത് എന്ന് പറയുന്നത് എന്താണ്? If you read Exodus 23, പുറപ്പാട് 23 അധ്യായം വായിക്കുമ്പോൾ Exodus 23, you will find there the Lord giving them instructions about the observance of the Sabbath. ദൈവം അവിടെ ശബത്ത് എപ്രകാരം ആരാധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. Exodus 23:10 onwards. പുറപ്പാട് 23 അധ്യായം 10 വാക്യം മുതൽ 6 സംവത്സരം നിന്റെ നിലം വിതച്ച് വിളവ് എടുത്തുകൊള്ളുക. 7-ാം സംവത്സരത്തിലും അത് വിളവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്ക. നിന്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ. അവർ ശേഷിപ്പിക്കാതെ കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ.
നിന്റെ മുന്തിരിത്തോട്ടവും ഒലിവൃക്ഷവും സംബന്ധിച്ചും That's enough. അത് അങ്ങനെ തന്നെ ചെയ്യുക. That means the 7th year, your land shall not be plowed, tilled, or cultivated. ഏഴാമത്തെ വർഷം ഏഴാം സംവത്സരത്തിൽ 6 years you can cultivate the land, you can take the produces thereof, and you can enjoy the fruits of the land. 6 സംവത്സരം നിങ്ങൾക്ക് അതിന്റെ ഫലം ശേഖരിച്ച് അത് അനുഭവിക്കാം. The 7th year it shall remain vacant, it shall remain idle. എന്നാൽ ഏഴാം സംവത്സരം അത് ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്കണം എന്നാണ് പറയുന്നത്. And let the strangers who pass through the land enjoy the fruits of that land. ആ ദേശത്തിലെ അപരിചിതർ അവിടേക്ക് കടന്നു വരികയും അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യട്ടെ. When you study the history of the people of God during these times of the wicked kings, it says about 70 years they did not observe those Sabbaths. ഈ ദുഷ്ടരാജാക്കന്മാരുടെ ചരിത്രകാലത്ത് ജനത്തിൻ്റെതായ അനുഭവം നാം നോക്കുമ്പോൾ 70 വർഷക്കാലം അവർ സബത് അനുസരിച്ചില്ല. And those 70 years they were evicted out of the land so that the land could observe its Sabbath. ആ 7 വർഷക്കാലം ആ ദേശത്ത് വസിച്ച ജനത്തെ അവിടെ നിന്ന് അവരെ തൂത്തെറിയുകയും ആ 7 വർഷക്കാലം അവിടെ സബത് ആചരിക്കപ്പെടുകയും ചെയ്തു. 70 years. 70 വർഷം സബത് ആചരിക്കപ്പെടുകയും ചെയ്തു. That means if the Lord has said something, he means business. അതിന്റെ അർത്ഥം ദൈവം എന്തെങ്കിലും ചിന്തിച്ചാൽ തീരുമാനിച്ചാൽ അത് ദൈവം നടത്തിയിരിക്കും. If the Lord says observe the Sabbath, observe the Sabbath. ദൈവം പറയുന്നത് സബത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നാം സബത് അനുസരിച്ചേ പറ്റൂ. If the Lord says thou shalt not have any idols before him, do not have them. എന്റെ മുമ്പിൽ യാതൊരു വിഗ്രഹങ്ങളും ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ ദൈവം അത് തീർച്ചയായും അത് തീരുമാനിച്ച് നമ്മൾ പറയുന്നത് പാടില്ല എന്നാണ്. You know, sometimes we get this the picture of a man, and we as a representation of Jesus Christ. പലപ്പോഴും നാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ചിത്രം മനുഷ്യന്റേതായ ചില രീതിയിലാണ് നാം പ്രദർശിപ്പിക്കുന്നത്. And some of these pictures, when I see, I really feel that is in direct contradiction to the order of the Lord. ആ ദൈവത്തിൻ്റെതായ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെതായ ആ മുഖത്തെയും സ്വരൂപത്തെയും ഇങ്ങനെയുള്ളതായ ചിത്രത്തിലൂടെ പ്രദർശിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കാൻ അത് പൂർണ്ണമായും അതിന്റെ നേരെ വിപരീതമായിട്ടാണ് നാം കാണുന്നത്. Sometimes we even in our some of our teachings we represent that picture as the picture of Christ. നമ്മുടെ പല ഉപദേശ പഠനങ്ങളിലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പടം കാണിച്ചിട്ട് ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പടം എന്ന് അവതരിപ്പിക്കാറുണ്ട്. It's my personal opinion, and based on the scriptures, that is wrong. എന്റെ അഭിപ്രായവും ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ളതായ കണക്കുകൾ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റാണ്. And the representation that you see as the representation of Christ is belittling the image of God in us. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാദൃശ്യപരം വരച്ചിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ ശരിക്കും ദൈവത്തിൻ്റെതായ ആ നല്ല അതിനെ അല്ലെങ്കിൽ ആ പ്രതിരൂപത്തെ തീർച്ചയായും ശരിയായ രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. No matter how great an artist is, he cannot represent God's image in the most magnificent artwork he produces. എത്ര വളരെ വിസ്മയിക്കപ്പെടുന്നതായ രീതിയിലുള്ള ചിത്രകാരനായാലും ആ ചിത്രം തീർത്താലും ദൈവത്തിൻ്റെതായ ആ രൂപത്തെ ആ ചിത്രകാരനും ആർക്കും തന്നെ നല്ല രീതിയിൽ ആ പ്രതിരൂപം ചിത്രത്തിലാക്കുവാൻ സാധിക്കില്ല. If the Lord wants his picture to be displayed on the face of the earth, he can do it anytime, anyway. ദൈവത്തിന് അപ്രകാരം ഒരു ചിത്രം പ്രദർശിപ്പിക്കണം എന്ന് തോന്നിയിരുന്നെങ്കിൽ ദൈവത്തിന് ചെയ്യാമായിരുന്നു. If you look into history, you will see the pictures of most of those great people like Alexander the Great or Socrates or Aristotle. You will see those images, and they were there, and Jesus was born as a man much later than that. That means pictures could have been maintained. വളരെ ചരിത്ര പുരുഷന്മാരുടെ ചിത്രങ്ങളാകുന്നതായ അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ എന്നിവരുടെ ചിത്രങ്ങൾ
ഉണ്ട്. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതം, അതിനുശേഷം ആ സമയത്തുണ്ടായതായ ചിത്രങ്ങളാണ് ഇതെല്ലാം. If he wanted, he could have maintained a picture for himself. കർത്താവിന് വേണമായിരുന്നെങ്കിൽ കർത്താവിൻ്റെതായ ഒരു നല്ല ചിത്രം. And if the Lord had not authorized it, we should not accept it. ദൈവം അപ്രകാരം അതിനെ അംഗീകരിക്കാത്തടത്തോളം കാലം നാം അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. Therefore, when we use depiction of a picture stating that Jesus was like this, I think it is wrong. അങ്ങനെയാകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു പടം ഇത് കർത്താവാകുന്നു എന്ന് പ്രദർശിപ്പിക്കുമ്പോൾ നാം ഒരിക്കലും അത് അംഗീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. I am not trying to impose my views on you. I am just trying to give you a perspective. ഞാൻ എന്റേതായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്, എന്നാൽ എന്റെ ഒരു വീക്ഷണം ഞാൻ പറയുകയാണ്. If the Lord wanted, he could have done it. If he did not do it, let us not accept it. ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനതായ ഒരു ചിത്ര പ്രദർശനം നടത്താമായിരുന്നാൽ ദൈവം അത് ചെയ്തില്ല. ദൈവം ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. For we cannot fall prey to the inclinations of man. മനുഷ്യന്റേതായ താല്പര്യങ്ങൾക്ക് നാം അനുരൂപപ്പെടേണ്ട ആവശ്യമില്ല. Here the temple of the Lord was polluted by bringing in idols. ഇവിടെ ദൈവത്തിന്റെ ആലയത്തെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് നിറച്ച് അശുദ്ധീകരിക്കപ്പെട്ടു. They polluted the house of God. അവർ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധീകരിച്ചു. They did not observe the Sabbath of the Lord and they violated the ordinances of the Lord. അവർ ദൈവത്തിന്റെ ശബ്ദങ്ങളെ അനുസരിക്കാതിരിക്കുകയും ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. So when they forgot to observe the Sabbath of the Lord, they were evicted from the land. അങ്ങനെ അവർ ദൈവത്തിന്റെ ശബ്ദങ്ങളെ അനുസരിക്കാതിരുന്നപ്പോൾ ആ ദേശത്ത് നിന്ന് അവരെ തള്ളിക്കളഞ്ഞു ദൈവം. But the Lord was still kind. എന്നാൽ തീർച്ചയായും ദൈവം പിന്നീടും കരുണയുള്ളവനായിരുന്നു. And because he was kind, even from captivity they were brought back. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അടിമകളായിരുന്നിട്ട് പോലും ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നു. And that is what we read in verse 22. അതാണ് നാം 22-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. That is in 2 Chronicles 36:22. In the heart of Cyrus it was felt that he should build a temple for the Lord. സൈറസിന്റെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടായത് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്നാണ്. And this was not a proclamation from the Lord himself, but it was a proclamation that Cyrus made because he was stirred by the Lord. അത് ദൈവത്തിൽ നിന്നുള്ളതായ ഒരു പ്രഖ്യാപനമല്ലായിരുന്നു, എന്നാൽ സൈറസിൽ നിന്ന് മാത്രം ഉണ്ടായതായ ഒരു പ്രഖ്യാപനം ദൈവത്തിന് വേണ്ടി പ്രകാരം ചെയ്യണമെന്ന്. And before and after that, of course, we know Daniel was with him, but before that we do not see anybody giving him instruction or approaching him saying, we are the people of God, so we want to go and build a temple for the Lord. എന്നാൽ അതുവരേക്കും ഞങ്ങൾ ജനത്തിൻ്റെതായ പ്രതിനിധികളാണ്, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ആരും വന്ന് അവിടെ പറഞ്ഞില്ല. He made a decree. അദ്ദേഹം അവിടെ ഒരു പ്രഖ്യാപനം വെക്കുന്നു. And then he declares from among all the kingdoms of the earth, if there is anyone who wants to build a temple house in Jerusalem, let them go forth. And the order is out. അങ്ങനെ ഈ ഭൂമുഖത്ത് ജെറുസലേമിൽ ഒരു പട്ടണം, ഒരു ആലയം പണിത് പൂർത്തിയാക്കണമെന്ന് ആവശ്യമുള്ളവർക്കെല്ലാം അവിടെ പോകാമെന്നുള്ളതായ വലിയൊരു പ്രഖ്യാപനം, ഒരു നിർദ്ദേശം വെച്ചു. And then we see the chapters of Ezra, Nehemiah and Esther going in that direction. അതിനുശേഷം എസ്രയുടെയും നെഹെമ്യായുടെയും എസ്തറിന്റെയും പുസ്തകങ്ങൾ അതേ രീതിയിലുള്ളതായ പ്രഖ്യാപനമായിട്ട് മുന്നോട്ട് പോകുന്നു. And when we study this history of the people of Israel, we understand one thing. ഈ ഇസ്രായേൽ ചരിത്രം നാം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, if you are called of God, you have to live by the call. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിളിയിൽ കൂടി നിങ്ങൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. If you do not, you can be spewed out of his mouth. അങ്ങനെ ജീവിക്കാതിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അവന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. If the Lord has ordered you to do something, do it. Otherwise, you will lose. ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെടും. The fact of the whole matter is this. എല്ലാത്തിന്റെയും സാരം ഇതാണ്. When the Lord says,
do it, if you don't do it, you are lost. ദൈവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ സാഹചര്യം വിനിയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തള്ളപ്പെടും. Our convenience does not matter much. നമ്മുടെ സൗകര്യമൊന്നും അതിന് യാതൊരു കണക്കും നൽകുന്നില്ല. If you follow the will of the Lord and follow His dictates, you know the Lord will take care of you. നിങ്ങൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങളും അവന്റെ ചട്ടങ്ങളും നാം അതേപടി പാലിക്കുമ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട ദൈവം നമ്മളെ കരുതിക്കൊള്ളും. If you do not give to the Lord what the Lord wants you to give Him, you will totally lose from all what you receive from Him. നിങ്ങൾക്ക് ദൈവത്തിന് എന്ത് നിങ്ങൾ നൽകേണ്ടതാണ് എന്ന് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ ലഭിക്കുന്ന എല്ലാ കാര്യവും നഷ്ടപ്പെടും. So, even if we are stewards, for example, here you are asked to observe the Sabbath for the land every 7th year, and the children of God did not do it, and they were spewed out of the land. ഇവിടെ നാം മനസ്സിലാക്കുക ദൈവത്തിന്റെ ജനം 7 വർഷക്കാലം ശബദ അനുസരിക്കണമെന്ന്, 7 വർഷക്കാലം ശബദ അനുസരിക്കണമെന്ന്, 7 സംവത്സരം ശബദ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പാലിക്കാതിരുന്നുകൊണ്ട് അവരെ ആ ദേശത്ത് നിന്ന് 70 വർഷക്കാലം തേച്ച് മായ്ച്ചു തുടങ്ങി. So the number of years they missed, they could not live in that land which the Lord gave them. അവർക്ക് കൊടുത്തതായ ദേശത്ത് അപ്രകാരം അവർക്ക് ജീവിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആയതുകൊണ്ട് And then when they came back under Ezra and Nehemiah, they were not kings, they were just governors of Babylonian kings or kings of Persia. എസ്രയും നെഹെമ്യയും മടങ്ങി വന്നപ്പോൾ അവർ രാജാക്കന്മാരായി ജീവിച്ചില്ല. പിന്നീട് പേർഷ്യൻ രാജാക്കന്മാരുടെ കീഴിലുള്ളതായ ഭരണാധികാരികൾ, Or kings of Babylon. ബാബിലോൺ രാജാക്കന്മാരുടെ കീഴിലുള്ളതായ ഭരണാധികാരികളായിരുന്നു. That means you will lose all your rights to your own land and somebody else will take over. അതിന്റെ അർത്ഥം നിങ്ങളുടെ ദേശത്തിലുള്ളതായ നിങ്ങളുടേതായ അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും അത് മറ്റുള്ളവരുടെ അവകാശത്തെ കൈവശപ്പെടുത്തുകയും ചെയ്യും. Now today the question is simply this: who is your Lord? ഇന്ന് ലളിതമായ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ദൈവം ആരാണ്? The Lord Jehovah or the kings of Babylon or Persia? യഹോവയായ ദൈവമാണോ അതോ ബാബിലോണിലെ രാജാക്കന്മാരാണോ എന്നുള്ളതാണ്. If you are making the God Jehovah your king, you will live a free life. നിങ്ങൾ ഇന്ന് യഹോവ നിങ്ങളുടെ രാജാവായി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു ജീവിതമുണ്ട്. But if you make the king of Babylon or the king of Persia your king, you will live the life of a slave. എന്നാൽ അതിനു പകരം നിങ്ങൾ പേർഷ്യൻ രാജാക്കന്മാരുടെ കീഴിലോ അല്ലെങ്കിൽ ബാബിലോൺ രാജാക്കന്മാരുടെ ബാബിലോൺ രാജാക്കന്മാരെ ആണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്തതായ ഒരു ജീവിതം നയിക്കുന്നു. Jesus said, "My yoke is light and easy." അതായത് യേശു ക്രിസ്തു പറയുന്നത് എന്റെ നുകം മൃദുവും ലഘുവുമാണ്. Therefore, it is for you to decide who will be your king. അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ രാജാവ് ആരായിരിക്കണമെന്ന്. It is an honest decision that we all need to make. വളരെ സത്യസന്ധമായ ഒരു തീരുമാനമാണ് നാം അതിനു വേണ്ടി എടുക്കേണ്ടത്. May the Lord bless us to that end. ആ തീരുമാനം നാം എടുക്കാൻ നോക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.